അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും അശ്വ മലയാളം യൂട്യൂബ് ചാനലിലെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അവിട്ടം നക്ഷത്ര ജാതകർക്ക് 1-ാമത്തെ വയസ്സിലും 5-ാമത്തെ വയസ്സിലും പനി, നീർക്കെട്ടുകൾ, ജലദോഷം മുതലായിട്ടുള്ള കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. ബാലാരിഷ്ടതകൾ നീങ്ങാനുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും തക്കതായിട്ടുള്ള ചികിത്സാക്രമങ്ങളും ഫലപ്രദമാക്കേണ്ടതാണ്. 7-ാമത്തെ വയസ്സിൽ ഉദര രോഗങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് ദഹന വ്യവസ്ഥകൾ ശരിയാക്കേണ്ടതും തക്കതായിട്ട് ചികിത്സകളും ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായി സൂചിപ്പിക്കുന്നു. 22-ാമത്തെ വയസ്സിൽ സ്ത്രീജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. പുറത്തൊക്കെ പോയി ഭക്ഷണം നമ്മൾ കഴിക്കുന്നതും അസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അന്യരുടെ കയ്യിൽ നിന്ന് ഭക്ഷണങ്ങൾ വാങ്ങി സ്വീകരിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. 26-ാമത്തെ വയസ്സിൽ അരയപ്പാൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതകൾ ഏറെയുള്ളത് കൊണ്ട് ഈ സമയങ്ങളും നമ്മൾ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. 28-ാമത്തെ വയസ്സിൽ ഗവൺമെൻറ് സംബന്ധമായ എന്തെങ്കിലും നടപടിക്രമങ്ങളോ വ്യവഹാരങ്ങളോ കേസോ മുതലായിട്ട കാര്യങ്ങൾ നേരിടാം. ആയുധങ്ങളെ കൊണ്ട് ചില മുറിവുകളും നേരിടാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. 36-ാമത്തെ വയസ്സിൽ കള്ളന്മാരുള്ള ശല്യങ്ങൾ, മോഷണങ്ങളാവാം, പണനഷ്ടങ്ങൾ സംഭവിക്കാം, മറ്റുള്ളവരുടെ ചില വിശ്വാസ വഞ്ചനകൾ സംഭവിക്കാം. അത്തരം സന്ദർഭങ്ങളൊക്കെ വളരെ ശ്രദ്ധയും കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. 75-ാമത്തെ വയസ്സിൽ ത്വക്ക് രോഗത്താലും പിത്താശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ടും ദേഹാരിഷ്ടതകൾ നേരിടാൻ സാധ്യതകൾ ഏറെ ഉണ്ടെന്ന് കാണുന്നു. തക്കതായിട്ടുള്ള പരിഹാര മാർഗങ്ങളും ജ്യോതിഷ വിധിപ്രകാരമുള്ള പ്രാർത്ഥനകളും പരിഹാരങ്ങളും ചെയ്യേണ്ടതാണ്. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 96-ാമത്തെ വയസ്സിൽ കുംഭമാസത്തിലെ പൂർവപക്ഷത്ത് ഞായറാഴ്ച ദിവസം അത്തം നക്ഷത്രം ഉദിച്ച് ശ്വാസ തടസ്സങ്ങളെ കൊണ്ട് ചില ആപത്തുകൾ സംഭവിക്കാമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.